എഗ് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇത്രയും സാധനങ്ങൾ എടുത്തേക്കുന്നത് 3 തക്കാളി, 5 സവോള, പിന്നെ മല്ലിച്ചപ്പ്, പിന്നെ കറുവാപ്പട്ട, പച്ചമുളക്. ഞാൻ ഇത്രയും സാധനം ചേർത്തിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. പിന്നെ മുട്ടയും കൂടെ ചേർത്ത് മുട്ട ഞാൻ അടുപ്പേ വേകാനിട്ടേക്കുന്നു. മുട്ട ഇപ്പോൾ വെന്തിട്ട് വരും. ബിരിയാണി ഉണ്ടാക്കാനുള്ള എഗ്ഗ് റെഡി ആയിട്ടുണ്ട്. ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കൂടി ഞാൻ ചേർത്ത് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഇതൊക്കെ ഇത്രയും സാധനമാണ് ഞാൻ ഇതിലേക്ക് എടുത്തേക്കുന്നത്. നിങ്ങൾ എല്ലാവരും വരട്ടിയിട്ടല്ലേ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ ആ ഉള്ളിയും തക്കാളിയും പച്ചമുളകും കറുവാപ്പട്ടയെല്ലാം കൂടെ ഒന്നിച്ചിട്ടിട്ട് ഞാൻ ഈ കുക്കറിനകത്ത് ഒരാവിയിൽ വേവിക്കുവേ. വെള്ളം ഒഴിക്കട്ടെ. അങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ മസാലക്കൂട്ട് റെഡിയാക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഞാൻ ബിരിയാണി ഉണ്ടാക്കാനായിട്ടേ ഇത്രയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി വെച്ചതാണേ. അപ്പോൾ അതും കൂടി ഇട്ടിട്ടാണ് ഞാനിത് വേവിക്കാൻ പോകുന്നത്. കുറച്ച് ഉപ്പും കൂടി ഇടുവേ. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഞാനിത് നന്നായിട്ട് തീ കുറച്ച് വെച്ച് വേവിച്ചിട്ടാണ് മസാലക്കൂട്ട് ഉണ്ടാക്കുന്നത്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എല്ലാവരും ചെയ്യുന്നത് വരട്ടി അങ്ങനെയൊക്കെയല്ലേ. ഇത് ഞാനൊരു വെറൈറ്റി ഉണ്ടല്ലോ. നമ്മൾ കുറച്ച് പൊടി ഇട്ട് കൊടുക്കുവാണേ. ഞാനുണ്ടല്ലോ ചിക്കൻ മസാല ഒന്നും ചേർക്കത്തില്ല കേട്ടോ. മറ്റേ പട്ടയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ. ചിക്കൻ മസാല എടുത്തില്ല. ഇത്തിരി മല്ലിപ്പൊടി, ഇത്തിരി മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനം ചേർത്ത് ഞാനതൊന്ന് വേവിക്കുന്നത്. ഒരൊറ്റ വിസിൽ വെക്കും കേട്ടോ. ബിരിയാണി മസാല ഇങ്ങനെ റെഡി ചെയ്തിട്ടുണ്ട്. ഒറ്റ വിസിൽ ഞാനിതിങ്ങനെ നമ്മൾ ചട്ടിയിലിട്ട് വരട്ടുവാനുണ്ടല്ലോ ഒരുപാട് നേരം ഇട്ട് വരട്ടണം. പിന്നെ ഇങ്ങനെയാണ് എളുപ്പമായിട്ട്. ഞാനിങ്ങനെയാണ് എഗ് ബിരിയാണിക്ക് മസാല റെഡിയാക്കിയിരിക്കുന്നത്. പിന്നെ എൻ്റെ ബാക്കി ഗ്രേവി ഉണ്ടെങ്കിൽ ഞാൻ എടുത്ത് വെച്ചേക്കും. എന്നിട്ട് അത് ചപ്പാത്തിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാനും നല്ലതാണ് കേട്ടോ. മസാലക്കൂട്ട് എഗ് ബിരിയാണിക്കുള്ള മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓഫ് ചെയ്യുവാണേ. വറുത്ത് എടുക്കാൻ വേണ്ടി എഗ് ബിരിയാണിക്കകത്തിടാനുള്ള ഉള്ളി വറക്കാനാണ് ഈ എണ്ണയെ. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഉള്ളി മൂപ്പിച്ചെടുക്കുവേ. അപ്പം നമ്മുടെ എണ്ണ ഒഴിച്ചിട്ടുണ്ടേ. ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്. ബിരിയാണിക്കകത്തിടാനുള്ള നമ്മുടെ ഉള്ളി ഞാൻ ഇതാ കോരാൻ പോണേ. ഒരു പാത്രം ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഉള്ളി കോരി എടുക്കാൻ പോണേ. ബിരിയാണിക്കുള്ള റൈസ് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. റൈസ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് എല്ലാം കൂടെ മിക്സാക്കാൻ പോവാണ്. ബിരിയാണി ലീഫ് എന്നാണ് നിങ്ങൾ പറയുന്നത്. ഇത് ഇവിടെ ഉണ്ട്. ഇവിടുത്തെ വിലയിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇതാ നമ്മുടെ ബിരിയാണി മിക്സാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് അപ്പോൾ നമ്മളിതെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇത് ഗ്രേവി ആയതുകൊണ്ടേ നമ്മൾ പിന്നെ ഒത്തിരി ഇട്ട് വരട്ടുമൊന്നും വേണ്ട. ഞാൻ അതിലേക്ക് ഇടുകയാണ്. ഇത് ഒത്തിരി വരട്ടാനൊന്നുമില്ല. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന റൈസ് ഇതിലോട്ട് തട്ടിക്കാൻ എടുത്ത് വെച്ചിരിക്കുന്ന ഗ്രേവി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മളത് മിക്സാക്കാൻ പോവാണ്. റൈസ് ഇട്ട് കൊടുത്ത് ഞാനെല്ലാം ഇങ്ങനെ ഗ്രേവിയാക്കി വെച്ചിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എളുപ്പമുണ്ട്. എന്താ പറയുക, ഗ്രേവിയൊക്കെ നന്നായിട്ട് വെന്ത് അതിൻ്റെ ഉള്ളിയൊക്കെ അത് ചേരുമ്പോഴേ പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഇട്ട് കൊടുക്കാനുള്ള മുട്ട ഒന്ന് ഫ്രൈ ആക്കി എടുക്കേ. കാരണം അതെങ്ങനെയാണെന്നറിയാമോ, ഇച്ചിരി ഇഞ്ചി ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് അതിൻ്റെ കൂടെ ആ മുട്ടയും ഇട്ട് മിക്സാക്കി ഒരിത്തിരി ഒന്ന് കളർ മാറ്റിയിട്ടാണ് ഞാൻ ബിരിയാണിക്കകത്തേക്ക് ചേർക്കാൻ പോണത്. ബിരിയാണി ഒന്ന് റെഡി ചെയ്ത് ഈ പരുവത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് മുകളിലേക്കൊന്ന് കുറച്ച് ഗ്രേവിയൊക്കെ ഇട്ട് കൊടുക്കാൻ പോകണേ. ഇപ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്യുമ്പോൾ എൻ്റേതായ കുറച്ച് സ്റ്റൈലൊക്കെ ഉണ്ട് കേട്ടോ. ആ ഒരു രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. എല്ലാവരും വലിയ പ്രൊഫഷണലായിട്ട് ചെയ്യുന്നവരെ പോലെ ഒന്നും ചെയ്യാൻ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇവിടെയുള്ളവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കുന്ന സാധനങ്ങൾ അതൊക്കെ. അപ്പോൾ അത് ഞാൻ എന്താ പറയുക, നാടൻ രീതിയിലുള്ള കുറേ സാധനങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. അത് വിളയിൽ നിന്നൊക്കെ എടുത്തിട്ട് ഓരോ ദിവസം ഓരോന്ന് അങ്ങനെ. ഇന്നിപ്പോൾ എന്താ പറയുന്നത്, ഇങ്ങനെ ഇത് നാടൻ സാധനമല്ല. ഇത് നമുക്ക് എന്താ പറയുന്നത്, ഇന്നിപ്പോൾ ഇവിടെ ഗസ്റ്റ് ഞങ്ങളുടെ മേഡം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, മേഡത്തിന് എരിയൊക്കെ ഭയങ്കര പ്രശ്നമാണ്.
പിന്നെ എരിവ് കൂടിയോ എന്നൊരു സംശയം എനിക്കുണ്ട്. ഇതാ നമ്മുടെ കുറച്ച് ഉള്ളി മൂപ്പിച്ചത് അങ്ങോട്ട് ഞാൻ ഈ ഒരു ഇതിൽ വന്ന് ഞാൻ കുറച്ച് ഗ്രേവിയൊക്കെ എൻ്റെ മുകളിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം കുറച്ച് ഉള്ളി ഒക്കെ ഞാൻ അതിലേക്ക് വിതറി കൊടുക്കുവാണേ. ആ ഉള്ളി വറുത്ത് വെച്ചിരുന്നില്ലേ, ആ ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുവാണേ. ഇങ്ങനെ ആ ഉള്ളിയും എല്ലാം കൂടിയിട്ട് ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മുട്ട ഞാൻ പറഞ്ഞില്ലേ, ഞാനൊന്ന് ഫ്രൈ ആക്കി വെച്ചത് ഈ ഒരു പരുവത്തിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയാണത് അതിൻ്റെ മുകളിലേക്ക് വെക്കുന്നത്. ചുമ്മാ ഒരു മുട്ട ഇങ്ങനെ ചുമ്മാ എടുത്ത് വെക്കുന്ന വിളകളാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാനൊന്ന് ചട്ടിയിലിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പം അങ്ങനെ മുട്ട ഇങ്ങനെ വെച്ചിട്ടുണ്ടേ. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഒരു മുട്ട മുറിച്ച് വെക്കുകയാണേ. അത് ഞാൻ ചുമ്മാ ഒരു രസത്തിന് വെച്ചാൽ കേട്ടോ, വെക്കണം നിയമമൊന്നുമില്ല. എന്നിട്ട് ഞാനിനിയും അതൊരു ഭംഗിക്ക് വേണ്ടി കുറച്ച് ഗ്രേവി എൻ്റെ വെള്ളയ്ക്ക് വെക്കും കേട്ടോ. ഇതൊക്കെ എൻ്റെ സ്വന്തം മണ്ടം ബുദ്ധിയിൽ തോന്നുന്ന കാര്യങ്ങളാണേ. എല്ലാവരും ഒന്ന് ക്ഷമിച്ച് തന്നേക്കണേ. അയ്യോ. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ഉള്ളിയും കൂടെ അതിൻ്റെ മീതിലേക്ക് ഇട്ട് കൊടുക്കാവേ. അപ്പം എൻ്റെ എഗ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. സൺഡേ ഒക്കെ ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ നമ്മുടെ ഇവിടെ വിളയിൽ ബിരിയാണി ലീഫുണ്ട്, അതെടുത്ത് വെച്ചേക്കുന്നതാണ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നമ്മുടെ വിളയിൽ നന്നായിട്ട് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ എഗ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്.